ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് ട്രോഫി നേടുക എന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്വപ്നം ഇന്നലത്തോടുകൂടി വിഫലമായിട്ടുണ്ട്. ഇന്നലെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്പെയിനിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പോർച്ചുഗൽ പരാജയപ്പെടുകയായിരുന്നു. മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ മെറീനോ നേടിയ ഗോളാണ് ഈ മത്സരത്തിൽ സ്പെയിനിന് വിജയം സമ്മാനിച്ചത്. ഇതോടുകൂടി പോർച്ചുഗൽ ക്വാർട്ടർ പോലും കാണാതെ പുറത്തായി. ഒരു മികച്ച സ്ക്വാഡ് ഉണ്ടായിട്ടും ഇത്തവണ പോർച്ചുഗലിന് അതിനോട് നീതി പുലർത്തുന്ന ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു. ഏതായാലും വേൾഡ് കപ്പിനെ കുറിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സംസാരിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് നേടിയില്ല എന്നുള്ളത് തന്നെ അലോസരപ്പെടുത്തില്ല, വളരെ സമാധാനത്തോടു കൂടി തന്നെയാണ് നാളെയും താൻ എണീക്കുക എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താൻ വരുന്നതിന് മുൻപ് ഇവിടെ ഒറ്റ ട്രോഫികൾ പോലുമില്ല. താൻ വന്നതിന് ശേഷമാണ് പോർച്ചുഗലിന് 3 ട്രോഫികൾ നേടാൻ കഴിഞ്ഞത്. 2016 യൂറോ കപ്പ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വേൾഡ് കപ്പ് ട്രോഫിക്ക് തുല്യമാണ് എന്നൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ മത്സരശേഷം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ എങ്ങനെയാണോ ഉണർന്നത് അതുപോലെ തന്നെ നാളെയും ഉണരും. തികച്ചും സമാധാനത്തോടുകൂടി എണീക്കാൻ എനിക്ക് കഴിയും. ഞാൻ എൻ്റെ പരമാവധി നൽകി. പോർച്ചുഗലിന് വേണ്ടി 3 കിരീടങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുൻപ് പോർച്ചുഗൽ ഒരൊറ്റ കിരീടം പോലും നേടിയിട്ടുണ്ടായിരുന്നില്ല. ദേശീയ ടീമിന് വേണ്ടി ഞാൻ നേടിയ ഏറ്റവും വലിയ നേട്ടം അത് 2016 യൂറോ കപ്പാണ്. അത് സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് തുല്യമായ ഒന്ന് തന്നെയാണ് അത്. ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ ഏറ്റവും വലിയ നേട്ടം അത് യൂറോ കപ്പാണ്, അത് വേൾഡ് കപ്പിന് തുല്യമാണ് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഐതിഹാസികമായ ഒരു കരിയർ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കുള്ളത്. പക്ഷേ ഒരു വേൾഡ് കപ്പ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നിരാശ നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.